ഗുഡ് ഈവനിങ്, ലിജീഷാണ്. അപ്പോൾ ഞാനിപ്പം ചെന്നെത്തി നിൽക്കുന്നത് നമ്മുടെ ആശ്രയം കെയർ ഹോമിലാണ് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ നമ്മുടെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഒന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കാനാണ് ഞാൻ ഇന്ന് എൻ്റെ ഈ വീഡിയോ ഇവിടെ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിവിടെ ആശ്രയം കെയർ ഹോം ഇപ്പം സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ ഫയർഫോഴ്സിൻ്റെ അടുത്തായിട്ടാണ്. തിരൂർ ഫയർഫോഴ്സിൻ്റെ അടുത്ത്. ഇവിടെ സന്ദർശകരുടെ ശ്രദ്ധയ്ക്കുള്ള ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ വരുന്നവരൊക്കെ അതുമായൊക്കെ സഹകരിക്കാം. പിന്നെ അതുപോലെ അവിടെ ഡെയിലി കൊടുക്കുന്ന ഫുഡുകൾ കാര്യങ്ങളൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഒരു ദിവസത്തേക്കുള്ള ഫുള്ളായിട്ട് നമുക്ക് ഫുഡ് സ്പോൺസർ ചെയ്യാം. 3500 രൂപയാണ് ഒരു ദിവസത്തെ ഫുള്ളായിട്ടുള്ള ഫുഡിനുള്ള പൈസ കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ വേണേട്ടനും അതുപോലെ രജനികാന്ത് ഇവിടെ ഉണ്ട്. അപ്പോൾ പറയാനുള്ളത് നമുക്കൊന്ന് ആദ്യം കേൾക്കാം. ആശ്രയം കെയർ ഹോമിനെ പറ്റിയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. എന്നും എപ്പോഴും ഞങ്ങളുടെ എല്ലാവരുടെ മനസ്സിലുള്ളത് ആശ്രയം. ആരോരുമില്ലാത്ത ആളുകൾക്കുള്ള അഭയ കേന്ദ്രം ആണ് ആശ്രയം. അതായത് 2022 ഫെബ്രുവരി 5-ാം തീയതിയാണ് ഇങ്ങനൊരു സ്ഥാപനം തുടങ്ങിയത്. അന്ന് ഞങ്ങളുടെ മനസ്സിലുള്ള ഒരു ലക്ഷ്യമുള്ളൂ, തൃപ്രങ്കോട് പഞ്ചായത്തിലെ കുട്ടിച്ചാത്തമ്പടിയുള്ളൊരു വേലായുധേട്ടനും സരോജിനി അമ്മയും, അവർക്ക് രണ്ടാൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ആശ്രയം എന്ന് പറഞ്ഞ ഈ സ്ഥാപനം തുടങ്ങിയത്. അവർ വന്ന് ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് അവരെ പോലെ ഈ സമൂഹത്തിൽ വേറെ ആളുകളുണ്ടെന്ന് അറിയുകയും അങ്ങനെ ഓരോരുത്തരായി വന്ന് ഇപ്പോൾ ഈ 5 വർഷത്തിൽ എത്തി നിൽക്കുമ്പം 28 അന്തേവാസികൾ നമ്മൾ ഇതുവരെ ഇവിടെ നോക്കി സംരക്ഷിക്കാനായിട്ട് ഏറ്റെടുത്തിട്ടുണ്ട്. അതിൽ 13 ആളുകൾ ഇവിടുന്ന് മരണപ്പെട്ടു. ഇവരെല്ലാവരും നമ്മൾ ഏറ്റെടുക്കുന്ന ആളുകളെല്ലാം വിവിധ തരം രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്നവരും കിടപ്പിലായി പോയവരുമാണ്. ആരോഗ്യമുള്ളവരെ നമ്മളങ്ങനെ, അതായത് മക്കളുണ്ടായിട്ട് നോക്കാൻ ആളില്ലാത്തവരെ നമ്മൾ സ്വീകരിക്കലില്ല. രോഗികളായി നോക്കാൻ ആളില്ലാത്തവരെയാണ് നമ്മൾ ഏറ്റെടുത്തിട്ട് നോക്കണത്. പക്ഷെ അവിടെ നിന്ന് തുടങ്ങി കുറച്ച് കാര്യം 5-6 മാസം കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾക്ക് മനസ്സിലായി ഇതേപോലെ കഷ്ടങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് ആളുകൾ ഇനിയും ഈ സമൂഹത്തിൽ പല ഭാഗത്തും ഉണ്ടെന്ന് മനസ്സിലായതോടുകൂടി ഞങ്ങൾ സ്വന്തമായിട്ട് ഒരു വാടക വീട് എടുത്തിട്ടാണ് ഈ സ്ഥാപനം തുടങ്ങിയത്. അപ്പോൾ സ്വന്തമായിട്ട് ഒരു സ്ഥലം നോക്കണം എന്നുള്ള ഇതിൽ നിൽക്കുമ്പോഴാണ് ഒരാൾ ഇവിടെ കോഹിന്നൂർ നൗഷാദ് കാക്കാൻ്റെ ഒരു 17 സെൻറ്റ് സ്ഥലം മൂപ്പര് വില കുറച്ച് തരികയും പച്ചാട്ടിയുള്ള പാരാമൗണ്ട് ഷംസ്വാക്ക ആ 17 സെൻറ്റ് സ്ഥലം വില കെട്ടി ഞങ്ങൾക്ക് എടുത്തു തന്നു. പിന്നീട് ഒരുപാട് സുമനസ്സുകളുടെ സഹായം കൊണ്ട്, അത് എവിടെയുള്ളവരാണെന്നറിയില്ല, എന്താണെന്നറിയില്ല, ആരും അറിയാത്തയും അറിയപ്പെടുന്നതും ആളുകൾ സഹായിച്ചിട്ട് 7000 സ്ക്വയർ ഫീറ്റിലുള്ള ആ ബിൽഡിങ് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അവസാന ഫിനിഷിംഗ് പോയിന്റിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ യുദ്ധം എന്ന ഈ സാമ്പത്തിക പ്രതിസന്ധിയിൽ ഏർപ്പെട്ടപ്പം ഞങ്ങളെ പണി പൂർത്തീകരിക്കാൻ പറ്റാത്തൊരു മനോവിഷമം എങ്ങനെ നിങ്ങളോട് ഓരോരുത്തരോടും പറയണമെന്ന് ഞങ്ങൾക്ക് അറിയില്ല. കാരണം ഈ സ്ഥാപനത്തെപ്പറ്റി കേട്ടറിഞ്ഞിട്ട് 69 ആളുകൾ ഇപ്പോൾ വിളിച്ചിട്ട്, അർഹതപ്പെട്ട 69 ആളുകൾ പുറത്ത് നിൽക്കുകയാണ്. നമ്മുടെ തൊട്ടടുത്ത തിരുനാവായ പഞ്ചായത്തിൽ നിന്ന് ഇപ്പോൾ ഒരാഴ്ച മുന്നേ 3 കേസാണ് വിളിച്ചത്. ഇങ്ങനെ ഓരോ പഞ്ചായത്തിലും ഓരോ ജില്ലയിൽ നിന്നും വിളിച്ച കേസുകൾ മൊത്തം 69 ആളുകൾ പുറത്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ ബിൽഡിങ്ങിൻ്റെ പണി തീരാതെ നമുക്കിത് ഏറ്റെടുക്കാൻ പറ്റില്ല. ഇവിടെ ശരിക്കും ഈ വാടക വീട്ടിൽ 8 ആൾക്കാർക്കുള്ള സൗകര്യമുള്ളൂ. പക്ഷേ ആളുകളുടെ ദൈന്യത കണ്ട് ഇപ്പം നിലവിൽ ഇവിടെ 11 ആളുണ്ട്. അതാണ് ഞങ്ങളുടെ അവസ്ഥ. ഞങ്ങൾക്ക് ആകെ വേണ്ട സഹായം ഞങ്ങളുടെ ബിൽഡിംഗ് പണി പൂർത്തീകരിച്ച് തരിക എന്ന് മാത്രമാണ്. നിങ്ങളെല്ലാവരും ഈ വീഡിയോ കാണുന്ന ഓരോരുത്തരും ഞങ്ങളോട് കനിവ് കാണിക്കണം, ഞങ്ങളോട് സഹകരിക്കണം. കാരണം ഈ സമൂഹത്തിൽ, ഇത് സൊസൈറ്റിയാണ്, ട്രസ്റ്റല്ല. ഈ സമൂഹത്തിലുള്ള കഷ്ടപ്പെടുന്ന ഓരോരുത്തരെയും നമ്മളെല്ലാവരും കൈപിടിച്ചുയർത്തണം. അവർക്ക് ആരും ഇല്ല എന്നുള്ളത് അവരുടെ മനസ്സിൽ വരാത്ത രീതിയിൽ അവരെ പരിപാലിക്കാനുള്ള സൗകര്യം നമ്മളെല്ലാവരും കൂടി ഒരുക്കണം എന്നാണ് ഈ ആശ്രയത്തെ പറ്റി പറയാനുള്ളത്. ആശ്രയം 5 വർഷം കിടക്കുകയാണ്. ഈ സമയത്ത് റജീന സിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ചുറ്റുപാടുകളിൽ തന്നെയുള്ള അവഗണിക്കപ്പെട്ട നിരാശ്രയരായ അമ്മമാർക്ക് ഒരു അഭയകേന്ദ്രം എന്നാണ് ആശ്രയം ഉദ്ദേശിക്കുന്നത്. ഞങ്ങളുടെ പുതിയ ബിൽഡിങ്ങിൻ്റെ അവസാനഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. യുദ്ധമൊക്കെ തുടങ്ങിയതിന് ശേഷം സാമ്പത്തികമായിട്ട് കുറച്ച് പ്രയാസങ്ങളിലാണ് ഞങ്ങൾ. പണി തുടരാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. ഞങ്ങൾക്കറിയാം ഒരുപാട് സുമനസ്സുകൾ നമ്മുടെ ചുറ്റുമുണ്ട്. ഈ ഒരു കാര്യത്തിൽ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ആശ്രയത്തിനോട് സഹകരിക്കണമെന്നും ഈ ഒരു ബിൽഡിങ്ങിൻ്റെ പണി പൂർത്തിയാക്കാനുള്ള സാമ്പത്തികമായ എല്ലാ സഹായങ്ങളും എല്ലാവരും അനുഭാവപൂർവ്വം ചെയ്യണമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ ഈ കാണുന്നതാണ്
നമ്മുടെ പുതിയ ബിൽഡിങ്ങിൻ്റെ സമുച്ചയം വരുന്നത് 7000 സ്ക്വയർ ഫീറ്റിലാണ് ഗ്രൗണ്ട് ഫ്ലോറും ഫസ്റ്റ് ഫ്ലോറുമായിട്ട് ഈ സംഭവം വരുന്നത് കേട്ടോ. അപ്പോൾ ഏതായാലും ഇതിൻ്റെ നമ്പറുകൾ കാര്യങ്ങളൊക്കെ ഞാനിതിൽ കൊടുക്കാം. അപ്പോൾ നമുക്ക് ഈ ബിൽഡിങ്ങിൻ്റെ പണിയൊന്ന് പൂർത്തീകരിക്കണം, പിന്നെ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തു കൊടുക്കണം. അപ്പോൾ എല്ലാ സുമനസ്സുകളും അതിന് വേണ്ടിയിട്ട് ഒന്ന് സഹകരിക്കുക. അപ്പോൾ ഞാനും ഓണറും കൂടി ബിൽഡിങ്ങൊക്കെ ഒന്ന് പോയി കണ്ടു. ഞാനിത് ആദ്യമായിട്ടാണ് കാണാൻ വേണ്ടി പോകുന്നത്. ഇടയ്ക്കിടയ്ക്ക് ദിലീപേട്ടനും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കും. ഇതിൻ്റെ ഓരോ പരിപാടികളും നടക്കുമ്പോൾ വിളിക്കാറുണ്ട്. പരിപാടികൾ മീൻസ് ഇതിൻ്റെ ഓരോ ഘട്ടത്തിലും എല്ലാ വിവരവും അറിയിക്കാറുണ്ട്. പക്ഷേ ഞാൻ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി ഇപ്പോഴാണ് പോയത്. അപ്പോൾ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് കഴിയുന്ന സഹായങ്ങൾ എല്ലാവരും ഒന്ന് ചെയ്തു കൊടുക്കുക കേട്ടോ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൻ്റെ കൂടെ കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഗൂഗിൾ പേ നമ്പർ, ബാങ്ക് അക്കൗണ്ട് നമ്പറുകൾ, സ്കാനർ ഒക്കെ ഞാനിതിൽ കൂടെ QR കോഡ് ഒക്കെ അതിൽ വിടുന്നുണ്ട്. അപ്പോൾ നമ്മൾ മാക്സിമം നമ്മളെ കൊണ്ട് പറ്റുന്ന സഹായ സഹകരണങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക. ഈ ആരോരുമില്ലാത്തവർക്ക് വേണ്ടി നമ്മളെ കൊണ്ട് പറ്റുന്ന ഒരു കൈത്താങ്ങ് നമ്മൾ ചെയ്തു കൊടുക്കുക. അതൊക്കെയാണ് എനിക്കിപ്പം ഇതിൽ പറയാനുള്ളത്. അപ്പോൾ ഏതായാലും ഇനിയും കൂടുതൽ വിശേഷങ്ങളും വീഡിയോകളൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരും കേട്ടോ. ഓക്കെ.